എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ മാളികപ്പുറം സീരിയലിന്റെ നാളത്തെ ആ ഒരു സൂപ്പർ ഹിറ്റ് പ്രമോ വിശേഷമൊക്കെ ആയിട്ടാണ്. അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണ് നിങ്ങളെങ്കിൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നേരെ നമുക്ക് ഉണ്ണിമോളുടെ കഥയിലേക്ക് പോയാലോ. അങ്ങനെ ഗിരിദേവൻ ഇടപെടുകയാണ് ഉണ്ണിമോൾക്ക് വേണ്ടിയിട്ട്. അപ്പം മുത്തശ്ശിയുടെ സങ്കടങ്ങളും ഉണ്ണിമോളുടെ സങ്കടങ്ങളും ഒന്നും നമ്മുടെ ഗിരിദേവന് കണ്ടു നിൽക്കാൻ സാധിക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഈ ഒരു വൈഡൂര്യനാഗത്തിന്റെ കാര്യം സംസാരിച്ചു വന്ന പോലീസുകാരെ മറ്റൊരു കേസും കൂടി അങ്ങ് ഓർമ്മിപ്പിക്കുകയാണ് ഗിരിദേവൻ. മറ്റൊന്നുമല്ല, ഇവരെല്ലാരും കൂടി ചേർന്ന് നമ്മുടെ മുത്തശ്ശിയെ കൊല്ലാക്കൊല്ല ചെയ്യാനുള്ള ഒരു കാര്യങ്ങളൊക്കെ ചെയ്ത് കൂട്ടിയായിരുന്നല്ലോ. അപ്പൊ അതിന് ഇവർക്ക് തക്ക ശിക്ഷ ലഭിക്കണമല്ലോ. അങ്ങനെ ആ ഒരു കാര്യം അത് പോലീസിനെ ഓർമ്മിപ്പിക്കുകയാണ് ഗിരിദേവൻ ഇതെല്ലാം പറയുമ്പോഴത്തേക്കിനോ ഒരക്ഷരം പോലും മറുത്ത് പറയാതെ നമ്മുടെ ജയനും മിനിയും അനുപമയും ഒക്കെ ഇത് സമ്മതിക്കുകയാണ്. തങ്ങൾക്ക് അങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോയി, സ്വന്തം അമ്മയാണ് വിഷം നൽകി കൊല്ലാൻ ശ്രമിച്ചത് എന്നുള്ള കാര്യമൊക്കെ ഇവർ സമ്മതിക്കുകയാണ്. അപ്പം ആ ഒരു സമയത്ത് തനിക്ക് ഇത്ര രീതിയിൽ ഇങ്ങനെയൊക്കെ പൈസ ലഭിക്കുമെന്ന് അറിഞ്ഞത് കൊണ്ട് മാത്രമാണ് താൻ ഇങ്ങനെയുള്ളൊരു കടുങ്കൈക്ക് മുതിർന്നത് എന്നുള്ള കാര്യമാണ് ജയൻ അവിടെ പറയുന്നത്. ജയനോട് പറയുന്നുണ്ട്, പോലീസ് ഓഫീസർ പറയാണ്, അതെ, നീ എത്രയൊക്കെ ന്യായം വിളമ്പിയാലും ഈ ചെയ്ത തെറ്റിന് ഒരിക്കലും നിനക്ക് ഈശ്വരൻ മാപ്പ് തരില്ല എന്നുള്ള കാര്യം. പിന്നെ നിന്നെ ഞാൻ ജയിലിൽ കൊണ്ടുപോയി നിന്നെ ഇതല്ല ഇതിന്റെ അപ്പുറത്തെ തെറ്റുകളും, അത് നീ ചെയ്തിട്ടുള്ള തെറ്റുകളെല്ലാം നിന്നെ കൊണ്ട് എണ്ണി എണ്ണി പറയിപ്പിക്കും എന്നുള്ള കാര്യമൊക്കെ പറയാണ്. നിന്നോടൊപ്പം തന്നെ ഈ 2 പെണ്ണുങ്ങളും പിന്നെ 2-3 ഗുണ്ടകളും ഒക്കെ ഉണ്ടല്ലോ. എന്തായാലും വൈഡൂര്യനാഗത്തിന്റെ കാര്യം അന്വേഷിച്ചു വന്ന എനിക്ക് വലിയൊരു കുറ്റം തന്നെയാണ് ഇപ്പൊ തെളിയിക്കാൻ പറ്റിയിരിക്കുന്നത്. ഈ ചെറിയ പയ്യന്റെ ആ ഒരു സഹായത്തോടു കൂടി എന്തായാലും എല്ലാവർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത് ഞാൻ സ്റ്റേഷനിൽ ചെന്നിട്ട് തരാമെന്നും പറഞ്ഞ് പോലീസുകാരനാണെങ്കിൽ ഇവരെ എല്ലാരെയും പിടിച്ചു വലിച്ചുകൊണ്ട് പോവാൻ തുടങ്ങുന്ന സമയത്താണെങ്കിലോ നമ്മുടെ ജയന്റെ വക ഒരു അപേക്ഷയാണ്. വിനോദേ, എന്റെ ആദരമോളും അതുപോലെ തന്നെ അഖിൽമോനെയും ഒക്കെ നീ നോക്കൂടാന്ന് ചോദിക്കുകയാണ്. ഹാഹാ, ചേട്ടൻ പറയുമ്പോഴത്തേക്കിന് നോക്കാനായിട്ട് ഇതെന്താണിത്? ഞാൻ കുറെ നാൾ ഈ നാട്ടിൽ ഇല്ലായിരുന്ന സമയത്ത് എന്റെ ഉണ്ണിമോളെ നിങ്ങൾ നോക്കിയോ എന്ന് ചോദിക്കുകയാണ്. വിനോദിന്റെ ആ ഒരു മാസ് ചോദ്യത്തിന് മുന്നിൽ പകച്ചു നിൽക്കുകയാണ് ജയൻ. അപ്പൊ ജയന് മറുത്തൊന്നും പറയാനില്ല. അവരാലോചിക്കുമ്പോ ശരി തന്നെയാണ്. ഉണ്ണിമോളെ പന്ത് തട്ടുന്നത് പോലെയാണ് ചേട്ടത്തിയും അനിയത്തിയും അതുപോലെ തന്നെ ഈ വല്യച്ഛൻ എന്ന് പറയുന്ന ജയനും ഒക്കെ ഇട്ട് തട്ടിയത്. ആ കാര്യങ്ങളെല്ലാം വിനോദിന് നല്ല നിശ്ചയം. നമ്മുടെ ആ ഒരു വിനോദിന്റെ ഓരോ ചോദ്യങ്ങൾക്ക് മുന്നിലും പകച്ചു നിൽക്കുകയാണ് ജയൻ ഒരു വാക്ക് പോലും മറുത്തു പറയാൻ പറ്റുന്നില്ല. അതേപോലെയുള്ള കാട്ടായാണല്ലോ ഉണ്ണിമോളുടെ അടുത്ത് ഇവരെല്ലാരും കൂടി ചെയ്ത് കൂട്ടിയത്. അപ്പം ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കിനും നമ്മുടെ മുത്തശ്ശിയാണെങ്കിൽ കരഞ്ഞു പിഴിഞ്ഞ അവസ്ഥയിൽ ആ ഒരു റൂമിലേക്ക് കയറി പോവാണ്. അങ്ങനെ പോലീസുകാര് ഈ കള്ളനെയും കള്ളിയെയും ഒക്കെ പിടിച്ചുകൊണ്ട് അങ്ങ് പോകുന്ന ആ ഒരു സമയത്താണെങ്കിലും ഉണ്ണിമോൾക്ക് നല്ല സന്തോഷമായി കേട്ടോ. കാര്യം മറ്റൊന്നുമല്ല, എന്തായാലും തനിക്ക് മേലെ ഉണ്ടായിരുന്ന ആ ഒരു ശാപവും ദോഷവും ഒക്കെ മാറി താൻ തന്റെ അച്ഛന്റെയും അതുപോലെ അമ്മയുടെയും മുത്തശ്ശിയുടെയും ഒക്കെ അരികിൽ തിരികെ എത്തിയല്ലോ. അപ്പൊ അങ്ങനെ കുഞ്ഞ് സന്തോഷിച്ച് നമ്മുടെ വിനോദിനോടൊപ്പം നിൽക്കുന്ന സമയത്താണെങ്കിലോ അമ്മയുടെ സങ്കടം കാണുന്ന വിനോദിനാണെങ്കിൽ ഇതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല. തന്റെ അമ്മ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. ഇപ്പൊ ആ ഒരു 3 കുഞ്ഞുങ്ങള് അവരെന്ത് തെറ്റ് ചെയ്തിട്ടാണ്? അവരിപ്പോ അനാഥരെ പോലെ ആയില്ലേ. അച്ഛനും അമ്മയും ഒക്കെ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങുന്ന അവസ്ഥയെന്ന് പറഞ്ഞാല് അതും ഇവര് ചെയ്ത കുറ്റം വെച്ച് നോക്കുമ്പോഴത്തേക്കിനും കുറച്ചു കാലം അകത്ത് കിടക്കാനുള്ള വകുപ്പും ഒക്കെ ഉണ്ട്. അങ്ങനെ മുത്തശ്ശിക്ക് വളരെ വിഷമമായിട്ട് മുത്തശ്ശി പറയുന്നുണ്ട് നമ്മുടെ വിനോദിനെ വിളിച്ചിട്ട്, മോനെ എങ്ങനെയെങ്കിലും അവരെ പുറത്തിറക്കാനുള്ളൊരു കാര്യം നീ ചെയ്യണം. ഈ അമ്മയോട് ചെയ്ത എല്ലാ തെറ്റുകളും പൊറുക്കാനായിട്ട് അമ്മ തയ്യാറാണ്. നീ എങ്ങനെയെങ്കിലും അതിനു വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യണമെന്നും പറഞ്ഞ് വിനോദിനോട് ഇങ്ങനെ സങ്കടങ്ങൾ പറയാണ്. അപ്പം ഇതെല്ലാം കേട്ടുകൊണ്ട് ഗിരിദേവനും അങ്ങോട്ട് വരികയാണ്. മുത്തശ്ശി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മുത്തശ്ശിയുടെ ആഗ്രഹമാണല്ലോ. ഇപ്പൊ തന്നെ അവരനുഭവിക്കേണ്ടുന്ന ആ ഒരു കാര്യങ്ങളെല്ലാം അത്രയും അധികം വിഷമം അവരുടെ കുഞ്ഞുങ്ങളെ പിരിഞ്ഞത് കൊണ്ട് തന്നെ അവരനുഭവിച്ചു കഴിഞ്ഞു. ഇനി അവരെ പുറത്തിറക്കാനുള്ള കാര്യങ്ങൾ അത് നമുക്ക് ചെയ്യാം മുത്തശ്ശി സമാധാനിക്കെന്നും പറഞ്ഞ് ഗിരിദേവൻ ഇങ്ങനെ മുത്തശ്ശിയെ ആശ്വസിപ്പിക്കുകയാണ്. അങ്ങനെ ഇവരെല്ലാരും കൂടി പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുകയാണ്. പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുമ്പോഴോ പോലീസുകാർ ഇഞ്ച പരുവത്തിന് കൊടഞ്ഞു നിർത്തിയിരിക്കുകയാണ് ജയനെയും മിനിയെയും അനുപമയും ഒക്കെ. അപ്പം ഇവരുടെ ഒപ്പം കൂടിയിട്ടുള്ള ആ ഒരു കൊട്ടേഷൻ ടീമിനാണെങ്കിലും അവർക്ക് നല്ല മുട്ടം പണി തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഇവരുടെയൊക്കെ ചോദ്യം ചെയ്യലും കാര്യങ്ങളും ഒക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ വിനോദും കുട്ടികളും ഒക്കെ കൂടി അങ്ങോട്ട് ചെല്ലുന്നത്. അവിടെ ചെല്ലുന്ന ഗിരിദേവനാണെങ്കിലോ SI സാറിന്റെ അടുത്ത് സംസാരിക്കുകയാണ്. അപ്പൊ സാറിനോട് പറയുന്നുണ്ട്, സാറേ
ആ കുട്ടികള് അവരൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. എടാ മോനെ, നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? നീ ആ വീട്ടിൽ വെച്ച് പറഞ്ഞ കാര്യങ്ങളെല്ലാം ന്യായം തന്നെയാണ്. പക്ഷേ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഞാനിപ്പോൾ ഇവരെ പിടിച്ചിരിക്കുന്നത്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, കുഞ്ഞുങ്ങൾ അനാഥരായി കഴിഞ്ഞാൽ അതൊന്നും എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊന്നും അല്ല. അത് തെറ്റ് ചെയ്യുന്നതിന് മുന്നേ ഇവരുടെ അച്ഛനും അമ്മയും ഒക്കെ വിചാരിക്കണമായിരുന്നു. സാറേ, മുത്തശ്ശിക്ക് പരാതിയൊന്നും ഇല്ല. മുത്തശ്ശി ആ ഒരു പരാതി പിൻവലിക്കാൻ തയ്യാറാണ്. അതുപോലെ തന്നെ അനസൂയയും വിനോദും അതിന് തയ്യാറാണ് എന്നുള്ള കാര്യമൊക്കെ ഗിരിദേവൻ ഇങ്ങനെ ഇവരെ പറഞ്ഞു ബോധ്യപ്പെടുത്തുകയാണ്. ആർക്കും പരാതി ഇല്ലെങ്കിൽ പിന്നെ എനിക്ക് എന്താണ് പ്രശ്നം? എനിക്ക് പിന്നെ വേറെ വിഷയങ്ങളൊന്നും ഇല്ലല്ലോ. അവരിതാ എനിക്ക് പരാതി ഇല്ല എന്നും പറഞ്ഞ് എഴുതി തരുവാണെങ്കിൽ ഈ കള്ളനെയും കള്ളിയും ഒക്കെ ഞാൻ ഇവിടുന്ന് വിട്ടയച്ചോളാം. എനിക്കല്ലാതെ പ്രത്യേക താല്പര്യമൊന്നും ഇല്ല. പക്ഷേ സ്വന്തം അമ്മയോട് കാണിച്ച ആ ഒരു ക്രൂരത, അത് ആർക്കും ക്ഷമിക്കാൻ പറ്റുന്ന ഒരു സംഭവമൊന്നും അല്ല. സാറേ, മുത്തശ്ശി അതെല്ലാം ക്ഷമിച്ചുകൊണ്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് എന്നുള്ള കാര്യമൊക്കെ പറയുകയാണ് ഗിരിദേവൻ. അങ്ങനെ അതിന് തെളിവായിട്ട് ഗിരിദേവനായിട്ടാണെങ്കിലോ, സാറേ, നമ്മൾ ഈശ്വരനിൽ കൂടി കുറച്ചൊക്കെ വിശ്വസിക്കണം. സത്യമാണ് ഇപ്പൊ സംഭവിച്ചത്. ഇവര് ചെയ്തത് ഏറ്റവും വലിയ തെറ്റ് തന്നെയാണ്. പക്ഷെ ഈശ്വരനെ കൂടി വിശ്വസിപ്പിച്ച് സാറ് ഈ ഒരു വീഡിയോ ഒന്ന് കാണുമോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ഗിരിദേവൻ ഒരു വീഡിയോ എടുത്ത് കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ആ ഒരു വീഡിയോ അവസാനിക്കുന്നത്. അപ്പൊ പ്രൊമോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് റിയൽ സ്റ്റോറി ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും നല്ലൊരു രാത്രിയൊക്കെ ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക്